നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അച്ഛാ, കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. ഇപ്പൊ നന്ദിനി അവിടെ വേദന എടുത്ത് കിടക്കുക. അവക്ക് അസുഖമാണ്. ഈ അവസ്ഥയിൽ അവളെ ദ്രോഹിക്കാൻ ഈ വീട്ടിലുള്ള ആരെങ്കിലും ഒരാൾ തുനിഞ്ഞാൽ സൂര്യ പകരം വീട്ടുന്നത് ഇവരാരും താങ്ങില്ല. എന്തൊക്കെയാണ് ബഹളം, ഭീഷണി? എല്ലാത്തിന്റെ മുകളിൽ അവളെ എടുത്ത് അങ്ങോട്ട് പ്രതിഷ്ഠിക്കണം. വെറുതെ അല്ല അവൾക്ക് ഇങ്ങനെ ഒരു അസുഖം വന്നത്. ഓ, ഈ അസുഖം കൂടുതലായിട്ട് അവൾ ഇതോടെ അങ്ങോട്ട് തീർന്നാ മതിയായിരുന്നു. പത്മ, ഇടോ നടുനിവർന്ന് നടക്കുമ്പോ ആളുകൾക്കൊക്കെ ഒരു ധാരണയുണ്ട് നമുക്കൊന്നും ഒരു അസുഖവും വരില്ല എന്ന്. ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലില് ഒരു ഡോക്ടറുടെ മുമ്പിലിരുന്ന് നന്നായിട്ട് 4 തുമ്മല് തുമ്മിയ ഡോക്ടർ നമ്മളെ പരിശോധനയ്ക്ക് കയറ്റും. എന്നിട്ട് നമ്മുടെ ശരീരത്തിലുള്ള രോഗങ്ങളുടെ ലിസ്റ്റ് ഓരോന്നോരോന്നായിട്ടങ്ങ് എഴുതി തരും. അന്നു മുതല് നമ്മുടെയും പേര് മഹാരോഗിന്നാ. മറ്റൊരാൾ ചാവാൻ പ്രാർത്ഥിക്കുമ്പോ സ്വന്തം ജീവൻ സുരക്ഷിതമാണെന്ന് പത്മയ്ക്ക് ഉറപ്പ് വേണം. ഇപ്പൊ തന്നെ ഒരുപാട് വൈകി. വാ അരുതി, പോയിട്ട് എനിക്ക് ഒരുപാട് ജോലിയുണ്ട്. തിരക്ക് പിടിക്കാതെ വിവേകേ, ഞാൻ മാത്രം വന്നാ മതിയായിരുന്നു. സൂര്യ, ആ സൂര്യ, എടാ, ആരതി നിന്റെ അടുത്തുണ്ടോ? ആ ഉണ്ട്. നിങ്ങൾ വീട്ടിലല്ലേ? അല്ലടാ, ഞങ്ങളെ കുറച്ച് പച്ചക്കറി വാങ്ങാൻ വേണ്ടി ഇറങ്ങിയതാ. എന്തുപറ്റിയടാ? നീ ആരതിക്ക് ഫോൺ കൊടുത്തേ. ആ, ഞാൻ കൊടുക്കാം. നീ കാര്യം പറ. ഹലോ, എന്താ ഏട്ടാ? ആരതി, രാവിലെ നന്ദിനിക്ക് നല്ല പനിയായിരുന്നു. ശരീരത്തില് എന്തൊക്കെയോ പാടുകളുള്ളത് പോലെ തോന്നി. എന്നിട്ട് ഡോക്ടറെ വിളിച്ചു. ചിക്കൻ ബോക്സ് ആണെന്നാ പറഞ്ഞത്. അയ്യോ, ഞാനിപ്പോ വിളിച്ചത് വീട്ടിലെ കാര്യങ്ങൾ നിനക്കറിയാലോ ആരതി. അവിടെ ആരും നന്ദിനിയുടെ അടുത്തിരിക്കാനോ സഹായിക്കാനോ തയ്യാറാവില്ല. അതിനി ബഹളം വയ്ക്കാനൊന്നും എനിക്ക് വയ്യ. നന്ദിനിയുടെ മുത്തശ്ശിയാണെങ്കിൽ നാട്ടിൽ പോയിരിക്കുക. പിന്നെ ഉള്ളത് 2 പിള്ളേരാ. ഏട്ടൻ വിഷമിക്കണ്ട, ഞാൻ അങ്ങോട്ട് വരാം. ആ, എങ്കിൽ വളരെ നന്നായിരുന്നു. ഒരു കാര്യം ചെയ്യാം, ഞാൻ വീട്ടിലോട്ട് പോയിട്ട് അവിടുന്ന് നേരെ അങ്ങോട്ട് വരാം. ഏട്ടനിപ്പോ എവിടാ നിൽക്കുന്നേ? ഞാൻ പുറത്ത് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ഹയാക്കേ. ചിക്കൻ ബോക്സ് ആകുമ്പോ ശരീരം എപ്പോഴും നല്ല ചൂടായിരിക്കും. എനിക്കും വന്നിട്ടുള്ളതാ. ശരീരം തണുപ്പിക്കാൻ കരിക്ക് കൊടുത്തോണ്ടേ ഇരിക്കണം. പിന്നെ ആര്യവേപ്പിന്റെ ഇല. ആ, ആര്യവേപ്പിന്റെ ഇലയൊക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെന്തൊക്കെയാ വേണ്ടത്? പിന്നെ ഫ്രൂട്ട്സ് വാങ്ങിച്ചോളൂ. അത് ഇടയ്ക്കിടയ്ക്ക് അവളെ കൊണ്ട് കഴിപ്പിക്കണം. അത് ഞാൻ അങ്ങോട്ട് വന്നിട്ട് ചെയ്യിപ്പിക്കാം. വേറെ എന്തെങ്കിലും പ്രത്യേകിച്ച് വേണമെങ്കിൽ നമുക്കപ്പോൾ വാങ്ങാം. ആ, ആരതി, നീ അടുത്തുണ്ടാകുമ്പോ അയക്കത് വലിയ ആശ്വാസമാവും. പാവം, അവിടെ നിൽക്കുന്നില്ല, ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല എന്നൊക്കെ എന്നോട് പറഞ്ഞത്. ഒരുപാട് നിർബന്ധിച്ചിട്ടാ സമ്മതിച്ചത്. നിനക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? അതെ, പരിചയവും ബന്ധവും ഉള്ളവര് തമ്മിൽ അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ബുദ്ധിമുട്ടും. ഞങ്ങൾക്ക് വേണ്ടി ഏട്ടൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടില്ലേ? അന്നൊക്കെ ഏട്ടൻ അതിനെ കണക്ക് നോക്കിയിട്ടുണ്ടോ? പിന്നെന്തിനാ തിരിച്ചതൊക്കെ? ഏട്ടൻ പെട്ടെന്ന് സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിലോട്ട് വാ. അപ്പോഴേക്കും ഞാനും അങ്ങോട്ട് വരാം. ആ, ഓക്കെ. താങ്ക് യു ആരതി. ഓക്കെ. ഞാൻ ഏട്ടനോട് അങ്ങോട്ട് ചെല്ലാന്ന് പറഞ്ഞു. കുഴപ്പമുണ്ടോ? എന്ത് കുഴപ്പം? ആ കുടുംബത്തിലുള്ള ഒറ്റ ആളും നന്ദിനി സൂര്യയെ സഹായിക്കില്ല. ഈ നേരത്തെ നമ്മളല്ലേ കൂടെ നിൽക്കേണ്ടത്.
തനിക്ക് മുമ്പ് ഈ അസുഖം വന്നിട്ടുള്ളതുകൊണ്ട് വീണ്ടും വരില്ല എന്നല്ലേ പറയുന്നത്. അതുകൊണ്ട് ആ ധൈര്യമുണ്ട്. അതിപ്പോ വന്നാലും വന്നില്ലെങ്കിലും അവളുടെ കൂടെ ഇരുന്നിട്ടല്ലേ.